റാസുവേട്ടൻ OTT-യിൽ ഒരു ബോംബ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. ജർസമീൻ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ റാസുവേട്ടൻ, അതേപോലെ തന്നെ കജോള്, അതേപോലെ തന്നെ സൈഫ് അലി ഖാന്റെ മകനൊക്കെ അഭിനയിച്ച പടമാണ്. സോ ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കജോൾ പൃഥ്വിരാജ് കോംബോ കാണാൻ വേണ്ടിയിട്ട് കണ്ടു കഴിഞ്ഞപ്പോ തിരുപ്പതിയായി എന്നേ പറയാനുള്ളൂ. കജോളിന്റെ ഒരു മെലോ ഡ്രാമ ഉണ്ട് ഈ സിനിമയിൽ, അൺബെയറബിൾ. ആൻഡ് പൃഥ്വിരാജിനെയും കജോളിനെയും കണ്ടു കഴിഞ്ഞാൽ അമ്മയും മോനും പോലെ ഉണ്ട്. കജോള് വരുന്ന വരെ ഈ പടം അത്യാവശ്യം കണ്ടിരിക്കുക. സോ ഇതിൽ വിജയ് മേനോൻ പറഞ്ഞ ക്യാരക്ടറാണ് നമ്മുടെ പൃഥ്വിരാജ് ചെയ്യുന്നത്. ആളുടെ ഒരു ഇൻട്രോ, അതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു മിഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. എപ്പ കജോള് വന്നോ അവിടുന്ന് അങ്ങോട്ട് പടത്തിന്റെ ജോണറെ മാറി, ഒരു ഇമോഷണൽ ഡ്രാമ ആ ഒരു ട്രാക്കിലോട്ട് മാറി. ഈ ചേച്ചിയെന്ന് വെച്ചാൽ മുൻപ്യാ പിടിച്ച അപ്പ കരച്ചിൽ അങ്ങോട്ട് തുടങ്ങും. അത് വൻ വെറുപ്പിക്കലായിരുന്നു. ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ ഇതേവരെ നമ്മുടെ മാലാപർവതി ആയിരുന്നു. ആ ടാഗ് മാലാപർവതി കജോള് മേടിച്ചിട്ടുണ്ട്. സഹിക്കാൻ പറ്റില്ല, അത്രയും വെറുപ്പിക്കലായിരുന്നു. അതിന്റെ ഇടയിൽ വന്നിട്ട് ഇമോഷൻസ് ഒന്നും കൂടി കുത്തിക്കേറാൻ വേണ്ടിയിട്ട് ഓരോ പാട്ടും കുത്തിക്കയറ്റി കൊടുത്തിട്ടുണ്ട്. അതാണ് വെച്ചാൽ കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവരും വരെ എണീറ്റോടും. അജാതി ഒരു പാട്ടാണ്. നമ്മുടെ തളപതി വിജയുടെ ഗോട്ട് ഇല്ലേ, അതിന്റെ ഒരു മിലിറ്ററി വേർഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന പടം. സോ ഇനി അങ്ങോട്ട് ഞാൻ ഇതിന്റെ കഥയും കാര്യങ്ങളൊക്കെ പറയണ്ടാവും. സോ ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവര് സ്ക്രോൾ ചെയ്ത് പോവാ. ഇനി സ്പോയിലർ പറഞ്ഞു എന്നൊന്നും പറയണ്ട. സ്പോയിലർ ഒന്നും ഇല്ല ശരിക്കും ഈ പടത്തിന്, കഥയേ ഇല്ല, പിന്നെ എന്ത് സ്പോയിലർ അല്ലെ. സോ തളപതി വിജയുടെ ഗോട്ടിൽ വന്നിട്ട് മകൻ കാർ ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ സ്നേഹിയും അതേപോലെ തന്നെ നമ്മുടെ വിജയും തമ്മിൽ തെറ്റുന്ന പോലെ ഇതില് നമ്മുടെ മകനെ, സൈഫ് അലി ഖാന്റെ മകനെ കിഡ്നാപ്പ് ചെയ്ത് പോകും. അപ്പൊ പൃഥ്വിരാജിന്റെ അടുത്ത് ചോദിക്കും, ഇന്ന ആൾക്കാരെ വിട്ടു തന്നാൽ മാത്രമേ മകനെ വിട്ടു തരുള്ളൂ. അപ്പോഴാണ് പൃഥ്വിരാജിന്റെ കിടിലൻ ഡയലോഗ്, എനിക്ക് എന്റെ ജർസമീനാണ് വലുത്, നിങ്ങളെ മകനെ എന്തോ ചെയ്തോ പറഞ്ഞിട്ട്. അങ്ങനെ കജോളും പൃഥ്വിരാജും തമ്മിൽ തെറ്റുന്നു. പിന്നീട് റിവഞ്ച് എടുക്കാൻ വരുന്ന മകന്റെ കഥയാണ് പറയുന്നത്. ഡിറ്റോ സാധനം തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ പൃഥ്വിരാജ് വരെ ഈ മറ്റേ കരച്ചിൽ ഇതന്നെ ഉള്ളൂ ഈ പടത്തില്. സോ ഇതിന്റെ ഇടയിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, സോ യൂഷ്വലി എല്ലാ ഈ മറ്റേ മിലിറ്ററി ബേസ്ഡ് പടത്തിലും ടെററിസ്റ്റുകൾ വന്നിട്ട് ഈ മറ്റേ മിലിറ്ററിക്കാരന്റെ വീട്ടുകാരൊക്കെ കൊല്ലുമല്ലോ. അപ്പൊ ഞാൻ വെച്ചാൽ കജോളിന് ആരെങ്കിലും ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ, കാരണം അത്രയും വെറുപ്പിക്കലായിരുന്നു. എപ്പ ഫ്രെയിമിൽ വന്നോ അപ്പ തൊട്ട് കരച്ചിലാണ്. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. അത്രയും നേരം അപരാധം പറയാൻ പറ്റുന്നതിനെ അപരാധമാക്കി അത്രയും കിടിലൻ മാസീവ് ട്വിസ്റ്റ് ആയിരുന്നു. സോ വേണ്ടവര് കണ്ടു നോക്കുക. വൻ പടമാണ്, കിടു പടമാണ് എന്നൊക്കെ എന്തായാലും എടുത്തു പറയണം. പൃഥ്വിരാജ് കൊടുത്ത റോള് വൃത്തിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എന്തൊക്കെ പറഞ്ഞാൽ ആള് കിടിലൻ ലുക്കുമായിരുന്നു. അതേപോലെ കൊടുത്ത റോള് ആള് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ലോകത്തെ 8ാമത്തെ അത്ഭുതത്തെ പറ്റി പറയുന്നത്, സൈഫ് അലി ഖാന്റെ മകൻ. സോ ആളുടെ അടുത്ത് പറഞ്ഞത് ഈ സിനിമയിൽ ഒരു മെഴുകു പ്രതിമയെ അഭിനയിക്കണം. ആ കാര്യം ആ പയ്യൻ കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു തുള്ളി എക്സ്പ്രഷൻ മുഖത്തിട്ടിട്ടില്ല. സോ ഇടയ്ക്ക് കണ്ണിന്ന് 4 തുള്ളി കണ്ണീരൊക്കെ വരുന്നുണ്ട്. കണ്ണിൽ കരട് പോയാൽ ഇതിലും നന്നായിട്ട് ആൾക്കാർ കരയുന്നത് എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ഹാഫിലൊക്കെ ആള് അപ്പാന്ന് വിളിക്കാൻ വായ തുറക്കാൻ എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ടുവേർഡ്സ് സെക്കൻഡ് ആകുമ്പോൾ വായ നന്നായി തുറക്കുന്നുണ്ട്, വായ അടയ്ക്കണമില്ല. സോ ഫൈറ്റ് സീൻ ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. സോ അക്കോർഡിംഗ് ടു ബോളിവുഡ് തിയറി എന്താ